വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ലെൻസസ് എന്ന ചാപ്റ്ററിലെ ലെറ്റസ് അസസ് എന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വോയിസ് മാത്രമേ കാണത്തുള്ളൂ, എൻ്റെ വീഡിയോ ഉണ്ടാകത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിറച്ച് ചോദ്യങ്ങൾ പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രീനിൽ കുറച്ച് സ്പേസ് വേണം. അതുകൊണ്ട് അതിന് ഇടം ചിലപ്പായി നിൽക്കുന്ന ഞാനൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് എൻ്റെ ശബ്ദം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനൊരു സ്പേസ് കിട്ടത്തില്ല. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടിയൊക്കെ എഴുതിയാകെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനെന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. യാതൊരു ഡൗട്ടും ഇല്ലല്ലോ ആർക്കും. അപ്പോൾ ഡൗട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടെ തിയറികൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല, ചോദ്യം ചെയ്യുന്നതിനായിരിക്കും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മിനിമം ഒരു 2 തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ചോദ്യം ചെയ്ത് തുടങ്ങുക. ചാടി കയറി ചെയ്യാനായിട്ട് നിൽക്കരുത്. അത്ര നല്ലൊരു കാര്യമല്ല, ചിലപ്പോൾ തെറ്റുപറ്റാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 20 സെൻറ്റിമീറ്റർ. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്സ് ഒപ്റ്റിക് സെൻറ്റർ ഓൺ ദ ഒപ്റ്റിക് ആക്സിസ്. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഒബ്റ്റൈൻഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അതായത് ലെൻസിൽ നിന്നും 20 സെൻറ്റിമീറ്റർ മാറി ഇവിടെ ആയിരിക്കും ഫോക്കസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചേക്കാണ്. എവിടെയാണ്? 60 സെൻറ്റിമീറ്റർ ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ ഇതാണ് നടുക്കാണല്ലോ ഓ വരുന്നത്. അപ്പോൾ അവിടെ നിന്നും ഏതാണ്ട് ഒരു 60 സെൻറ്റിമീറ്റർ മാറിയിട്ട് എന്ത് വെച്ചേക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ് വെച്ചേക്കുകയാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. ഇനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് വലത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ പോസിറ്റീവ് 20 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു തന്നിട്ടുണ്ട്. എത്രയാണ്? -60 സെൻറ്റിമീറ്റർ ആണ്. എന്തുകൊണ്ട് മൈനസ് വന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഫോക്കൽ ലെങ്ത് +20, യു എന്ന് പറയുന്നത് -60, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഇമേജ് എവിടെയെന്നാണ് അല്ലേ. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡയറക്റ്റ് പിക്ചർ ചെയ്യുന്ന അളന്നെടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് വി വേണം. സോ ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് ദ നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് വി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം. ലെൻസിനെ സംബന്ധിച്ച് 1/f എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത്? അത് 1/v - 1/u ആണെന്നുള്ള ലെൻസ് ഫോർമുല നമുക്കറിയാം. ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരെയാണ്? വി ആണ്. അപ്പോൾ 1/v മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ -1/u നമുക്ക് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/f -1/u അപ്പുറത്ത് പോകുമ്പോൾ +1/u ഈസ് ഈക്വൽ ടു 1/v എന്ന് കിട്ടും. നമുക്കതിന് തിരിച്ചൊന്ന് എഴുതാം. എന്ത് കിട്ടും? 1/v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/f + 1/u ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് 1/v എന്ന് പറയുന്നത് 1/f എത്രയാണ്? f 20 ആണ്. അപ്പോൾ +20 +1/u എന്ന് പറഞ്ഞാൽ -60. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ഇവനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, ഇവനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, ഇവരെ പരസ്പരം ക്രോസ് ചെയ്യണം. എന്ത് കിട്ടും? -60 + 20 ഡിവൈഡഡ് ബൈ 20 × -60 എന്ന് കിട്ടും. അപ്പോൾ -60ൽ നിന്ന് 20 കൂട്ടുമ്പോഴത്തേക്കും 2 പോകും അല്ലേ. എത്ര കിട്ടും? -40 വരും ബൈ 1,2,0,0 മൈനസ് വരും അല്ലേ. ഇതാണ് നമ്മുടെ 1/v എന്ന് പറയുന്നത്. അപ്പോൾ 1/vയിൽ നിന്നും v കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി. v/1 എടുത്താൽ മതി. എത്ര കിട്ടും? -1,2,0,0 ഡിവൈഡഡ് ബൈ -40 എന്ന് കിട്ടും. മൈനസും വെട്ടിപ്പോവും. നമുക്ക് v എന്ന് പറയുന്നത് എത്ര കിട്ടും?
പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 120/4 120/4 അല്ലേ 4 8 3 പ്രാവശ്യം 12 അപ്പോൾ 3 0 30 സെൻറ്റിമീറ്റർ നമുക്ക് എന്തെന്ന് കിട്ടും വി എന്നുള്ളത് പ്ലസ് 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും വി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും പ്ലസ് 30 സെൻറ്റിമീറ്റർ നമുക്കിവിടെ വി ആയിട്ട് കിട്ടും സോ നമുക്ക് വി കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വി കിട്ടി അപ്പോൾ വി കിട്ടിയെന്ന് വെച്ചാൽ ആൻസർ ആയോ ഇല്ല ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് എ പാർട്ടിലെ ചോദ്യത്തിൽ എന്താ ചോദിച്ചിട്ടുള്ളത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ് അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തുവാണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ എം ഈസ് ഈക്വൽ ടു എന്താണ് v/u ആണ് ഇതാണ് എന്തിന് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടി കണ്ടുപിടിക്കാം v എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ 30 ബൈ u എന്ന് പറഞ്ഞാൽ എത്രയാണ് -60 അത് എന്തിന് ഈക്വലാണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്കറിയില്ല ബൈ എന്തിന് ഈക്വലാണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന് ഈക്വലാണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 3 ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാൻ ഇവൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി അല്ലേ നമുക്ക് എന്ത് കിട്ടും ഞാനിവിടെ ലൈൻ കൊടുക്കുകയാണ് എന്ത് കിട്ടും 30 × 3 ബൈ -60 ആണ് എന്ത് കിട്ടുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കിട്ടുന്നത് അപ്പോൾ 30 × 3 അല്ലേ 30 × 3 90 ബൈ -60 പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി അല്ലേ അപ്പോൾ എന്ത് കിട്ടും ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9/6 അല്ലെ 9/6 എന്ന് വെച്ചാൽ എത്രയാണത് 1.5 സെൻറ്റിമീറ്റർ മൈനസ് ഇടാൻ മറക്കണ്ട സോ -1.5 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ് -1.5 സെൻറ്റിമീറ്റർ ആണ് സോ നമുക്കപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ഉത്തരം കിട്ടി എത്രയാണ് -1.5 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇനി ചോദിച്ചിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ആണ് ഇമേജിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് വിയുടെ സൈൻ എന്താണ് പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ വലതുവശത്താണ് അപ്പോൾ വി എന്ന് പറയുന്നത് എന്താണ് വി എന്ന് പറയുന്നത് ഒരു റിയൽ ഇമേജ് ആണ് റിയൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും ഇൻവേർട്ടഡ് ആയിരിക്കും കാരണം ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് മൈനസ് അല്ലേ കിട്ടി അപ്പോൾ താഴോട്ട് അപ്പോൾ റിയൽ ആയിരിക്കും ഇൻവേർട്ടഡ് ആയിരിക്കും റിയൽ ആയിരിക്കും ഇൻവേർട്ടഡ് ആയിരിക്കും ഇനി വലുതാണോ ചെറുതാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് വേണം നമുക്ക് മാഗ്നിഫിക്കേഷൻ വേണം അല്ലേ ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് 1.5ഉം ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 3ഉം അപ്പോൾ ഒബ്ജക്റ്റ് 3 സെൻറ്റിമീറ്റർ ഉയരവും ഇമേജ് അതിൻ്റെ പകുതിയാണ് അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഇമേജ് എന്ന് പറയുന്നത് ഒരു ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും എന്തായിരിക്കും ഒരു ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കണ്ടോ ഇത്രയും കാൽക്കുലേഷനൊക്കെ വേണം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ആദ്യമേ ഞാൻ അങ്ങോട്ട് മാറിയുന്നത് അപ്പോൾ എന്നെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ സ്ക്രീനിൽ അക്ഷരം ചെറുതായി പോകും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും ഓക്കെ അല്ലേ അപ്പോൾ ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ PDF ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോട്ട് ഡൗൺലോഡ് ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കണം ഇത്രയും സ്റ്റെപ്പ് നോട്ടിനകത്ത് ഉണ്ടാവത്തില്ല ഈ സ്റ്റെപ്പ് ഫുള്ള് ഞാൻ ചുരുക്കിയാണ് നോട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോലെ ഞാനിത് മായ്ക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ റഫായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് കാരണം റഫ് ഇമേജുകൾ നമുക്ക് എപ്പോഴും ഈ പറയുന്ന സൈൻ കൺവെൻഷൻ എഴുതുന്ന സമയത്ത് വളരെയധികം എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ചോദ്യം ചെയ്തത് മനസ്സിലായി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേപ്പർ എടുത്ത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്നാണ് കിട്ടുന്നില്ലെങ്കിൽ പഠിച്ചിട്ടില്ല ഒന്നുകൂടെ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ എടുത്ത് വെച്ച് എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വീണ്ടും എൻ്റെ മൗസ് എനിക്ക് പണി തന്നു തുടങ്ങിയിട്ടുണ്ട് ശരി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് 20 സെൻറ്റിമീറ്റർ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് ആൻഡ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ ലെൻസ് ആ ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ മാറിയ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ് സ്ക്രീൻ എവിടെ വെച്ചാൽ നമുക്കൊരു ക്ലിയർ ഇമേജ് കിട്ടുമെന്നാണ് അപ്പോൾ ക്ലിയർ ഇമേജ് കിട്ടണമെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കണം അത് ഉറപ്പായിട്ടും ഒരു കോൺവെക്സ് ലെൻസ് ആയിരിക്കണം കാരണം കോൺവെക്സ് ലെൻസിലേ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന റിയൽ ഇമേജ് കിട്ടത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് ഓക്കെ ഇനി ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 1.2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് വിഷ്വലൈസ് ചെയ്യാം ഇവിടെ പറഞ്ഞേക്കുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് 20 സെൻറ്റിമീറ്റർ എന്നാണ് ഏതോ ഒരു ലെൻസ് ഉണ്ട് അതിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ നെഗറ്റീവ് സൈനൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കോൺവെക്സ് ആണെന്ന് ഊഹിക്കാം പക്ഷേ അത് നമുക്കൊരു ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ ഉറപ്പ് പറയണമെങ്കിൽ എന്ത് വേണം നമുക്ക് അതിനകത്ത് തെളിവുകൾ വേണം അല്ലേ നമുക്ക് എന്ത് വേണം തെളിവുകൾ വേണം അപ്പോൾ നമുക്കിവിടെ നോക്കാം എങ്ങനെ നമുക്കത് പറയാൻ പറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് അല്ലേ ഹൗ ഫാർ
ദ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ്. സ്ക്രീൻ വയ്ക്കണമെങ്കിൽ അതെന്തായാലും റിയൽ ഇമേജ് ഉണ്ടാക്കുന്ന ലെൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്ക്രീൻ കൊണ്ട് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റിയൽ ഇമേജ് ഉണ്ടാക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് ഏത് ലെൻസാണ്? അതെപ്പോഴും കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കോൺവെക്സ് ലെൻസിനെ പറ്റിയിട്ടാണ്. ആ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നുണ്ട്? 20 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ശരി, എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് നമ്മൾ വയ്ക്കുന്നുണ്ട്. എത്ര ദൂരത്തിലാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നത്? ഒബ്ജക്റ്റ് വയ്ക്കുന്നത് 30 സെൻറ്റിമീറ്റർ ദൂരെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീൻ എവിടെ കൊണ്ടുവന്ന് വയ്ക്കണം എന്നതാണ് ചോദ്യം. അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? വി കണ്ടുപിടിക്കാനാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. പ്ലസ് ആണ്, സംശയമൊന്നുമില്ല. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അതെന്താണ്? മൈനസ് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ട് ഉണ്ട്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? ഉണ്ട്. 1.2 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതും പ്ലസ് ആണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഈ ദൂരം ആയതുകൊണ്ട് അത് പ്ലസ് ആയിട്ട് നമുക്ക് എടുക്കാം. ചോദിച്ചിട്ടുള്ളത് വി കണ്ടുപിടിക്കാനാണ്. നേരത്തെ ചെയ്ത അതേ ഫോർമുല തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഞാൻ സ്റ്റെപ്പ് വെച്ച് തന്നെ പറഞ്ഞുതരാം. 1/f എന്ന് പറയുന്നത് എപ്പോഴും 1/v മൈനസ് 1/u ആണ്. ഞാൻ എന്തിനാണ് ഈ സ്റ്റെപ്പ് വെച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വെച്ച് കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ വി ആണ് ചോദിച്ചതുകൊണ്ട് വി കണ്ടുപിടിക്കാം. ഇനി യു ചോദിച്ചെങ്കിൽ യു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. സോ നമുക്ക് വേണ്ടത് 1/v ആണ്. അപ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന ആൾ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/f മൈനസ് 1/u അവിടെ പോകുമ്പോൾ പ്ലസ് 1/u ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v ആണ് വരുന്നത്. തിരിച്ചെഴുതുന്നു എന്താണ്? 1/v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f പ്ലസ് 1/u. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നമ്മൾ ഉത്തരങ്ങൾ. 1/v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f എത്രയാണ്? 20 പ്ലസ് 1/u എത്രയാണ്? -30. മാറ്റമൊന്നുമില്ലല്ലോ, കറക്റ്റ് തന്നെയാണ്. നമുക്ക് എന്നിട്ട് വാല്യൂസ് കൊടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, ഇവനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, ഇവരെ പരസ്പരം ക്രോസ് ചെയ്യണം. -30 പ്ലസ് 20/20 ഇൻറ്റു -30. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v ഈസ് ഈക്വൽ ടു -30 പ്ലസ് 20 എത്ര കിട്ടും? -10 എന്ന് കിട്ടും. ബൈ 20 ഇൻറ്റു 30 3 2 6 2 0 1 മൈനസ്. അപ്പോൾ അതിൽ നിന്ന് വി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? റെസിപ്രോക്കൽ എടുക്കും. v/1 എടുക്കണം. എത്ര കിട്ടും? -600 ബൈ -10. മൈനസും മൈനസും വെട്ടുമ്പോൾ പ്ലസ് ആവും. 0 0 പോവും. നമുക്ക് വി എന്ന് പറയുന്നത് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. 60 സെൻറ്റിമീറ്റർ ആണ് വി. വി എത്ര കിട്ടി? 60 കിട്ടി. അപ്പോൾ എ പാർട്ടിന് ഉത്തരം കിട്ടിയല്ലോ. കിട്ടി. സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ്. അടുത്ത ചോദ്യം ബി പാർട്ടാണ്. ബി പാർട്ടിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 1.2 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്? അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത്? അത് v/u ആണ്. അത് തന്നെയാണ് എന്ത്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. v/u ഇസ് ഈക്വൽ ടു hi/ho. v എന്ന് പറയുന്നത് 60 ബൈ u എന്ന് പറയുന്നത് -30 ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കണം ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 1.2. 1.2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ഇൻറ്റു 1.2 ഡിവൈഡഡ് ബൈ -30 ആണ് എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്. 60/30 ആദ്യം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി അല്ലേ. അപ്പോൾ 60/30 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 2 ഇൻറ്റു 1.2 2.4 മൈനസ് 2.4 സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്. -2.4 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി എന്താണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 2.4 സെൻറ്റിമീറ്റർ ആണ്. മൈനസ് ആണ്. ഒബ്ജക്റ്റ് 1.2 ഇമേജ് 2.4 ആകുമ്പോൾ ഇവിടെ കിട്ടിയത് എന്തായിരിക്കും? ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അല്ലെ. എന്തായിരിക്കും? ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. വി എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയത് -60 ആണ്. അതുകൊണ്ട് അത് റിയൽ ആയിരിക്കും, അത് ഇൻവേർട്ടഡും ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ ഇവിടെ നിന്ന് സാധിക്കുന്നു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ. ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ ജസ്റ്റ് ഞാൻ ഇത്രയൊന്ന് മായ്ച്ചെടുക്കുകയാണ്. ശരി, നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചെയ്തതിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഒന്ന് പുറകിലേക്ക് പോയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കണ്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ
മാറുന്നതായിരിക്കും. മൂന്നാമത്തെ ചോദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. എൻ്റെ മൗസ് വീണ്ടും പണി തന്നിരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ഒരു കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. കണ്ടുപേടിക്കുകയൊന്നും വേണ്ട, മില്ലിമീറ്റർ ആണ്. നമുക്ക് നോക്കാം, ചോദ്യം വായിച്ചു നോക്കാം. ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 15 millimeter ഈസ് ലൊക്കേറ്റഡ് അറ്റ് 60 millimeter ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ഒപ്റ്റിക് ആക്സിസ്. അപ്പോൾ ഇവിടെ എല്ലാം മില്ലിമീറ്ററിലാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ സെൻറ്റിമീറ്ററിലാക്കി ബുദ്ധിമുട്ടാനൊന്നും നിൽക്കേണ്ട. ഡ്രോ ഇറ്റ്സ് റേ ഡയഗ്രം ഓൺ എ ഗ്രാഫ് പേപ്പർ ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ഈസ് 20 millimeter. ആദ്യം വായിക്കുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവണമെന്നില്ല, സാരമില്ല, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, നമുക്കത് ഇവിടെ ഒന്ന് വരച്ചു നോക്കിയാലോ. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ആയിക്കോട്ടെ. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 100 millimeter ആണ്. എത്രയാണ്? 100 millimeter ആണ് ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് 60 millimeter ദൂരെയായിട്ട്. ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് എത്ര ദൂരെയായിട്ടാണ്? 60 millimeter ദൂരെയായിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 15 എന്താണ് മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് എന്ത് വരയ്ക്കാനാണ്? ഒരു ഗ്രാഫ് പേപ്പർ വെച്ച് റേ ഡയഗ്രം വരയ്ക്കാനാണ്. എന്താ വരയ്ക്കാൻ ചോദിച്ചിട്ടുള്ളത്? റേ ഡയഗ്രം. നോക്കടാ, ഫോക്കൽ ലെങ്ത് 100, ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 60. അപ്പോൾ ഫോക്കൽ ലെങ്തിനകത്താണ്. അതായത് സത്യത്തിൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസിനകത്താണ്. അകത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമുക്കറിയാം എന്താ പറ്റുന്നത്. നമുക്കിവിടെ കിട്ടുന്നത് ഒരു എന്ത് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്? റിയൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്? വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്? നമുക്കിവിടെ ഒരു വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? നമുക്കിവിടെ എന്താ കിട്ടുന്നത്? വെർച്വൽ ഇമേജ് ആണ്. കാരണം എന്താ? when a object is placed between F and O, നമുക്ക് എന്ത് പറ്റും? സ്ട്രൈറ്റ് വരുന്നു, ഫോക്കസിൽ കൂടെ പോകുന്നു, ഒബ്ജക്ട് സെൻറ്ററിൽ കൂടെ പോകുന്നു, രണ്ടും ഡൈവേർജ് ചെയ്ത് പോകുന്നു. ബാക്കിലോട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് എന്ത് കിട്ടും? ഒരു ഇമേജ് കിട്ടും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലോജിക്ക് വെച്ച് നിങ്ങൾ ഗ്രാഫ് പേപ്പർ എടുത്ത് വരച്ചോ. എൻ്റെ ഗ്രാഫ് പേപ്പറൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഗ്രാഫ് പേപ്പറൊന്നും വരയ്ക്കുന്നില്ല. ഞാൻ അല്ലാതെ തന്നെ പറഞ്ഞു തരികയാണ്. നിങ്ങൾ അതിൽ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പൊസിഷനും ഹൈറ്റ് ഓഫ് ദ ഇമേജും കിട്ടും. പൊസിഷനും ഹൈറ്റ് ഓഫ് ദ ഇമേജും നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ആ സംശയമൊന്നുമില്ല. എന്തായിരിക്കും? അതൊരു എൻലാർജ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരത്തുള്ളൂ. കാരണം എന്താണ്? ഇവിടുത്തെ കേസ് അങ്ങനെ ആയതുകൊണ്ട്. കാരണം ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഫോക്കൽ ലെങ്തിനേക്കാളും കുറഞ്ഞ ദൂരം ആയതുകൊണ്ട് അത് സംഭവിക്കും. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ഈസ് 20 centimeter. അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 60 ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം 20 millimeter-നകത്താണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന മാഗ്നിഫിക്കേഷൻ എത്ര എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നിങ്ങൾ ഫസ്റ്റ് കേസ് വെച്ചിട്ട് അവിടുത്തെ വി കണ്ടുപിടിച്ചിട്ട് ആ വി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വിയുടെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് പുതിയ യു കിട്ടും. പുതിയ യു എന്ന് പറയുന്നത് എത്രയാണ്? -20 millimeter ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 100 millimeter ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുത്തെ വി കണ്ടുപിടിക്കാം. ആ വി വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടുത്തെ എമ്മും കണ്ടുപിടിക്കാം. M = V/U വെച്ചിട്ട്. ഇത് ഞാനൊരു ഹോംവർക്കായിട്ട് തരികയാണ്. നിങ്ങൾ തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞേ. സിമ്പിൾ ചോദ്യമാണ്. ഇതിനകത്തിന് ബാക്കിയൊന്നുമില്ല. ഇവിടെ ഗ്രാഫ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത്. എന്തെങ്കിലും ഞാൻ വരയ്ക്കേണ്ട ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വരയ്ക്കുമ്പോൾ ഏതാണ്ട് ഈ ഒരു ലെവലിലായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. അതിനടുപ്പിച്ച് എവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ശരി ഉത്തരം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് വെച്ച് വി കണ്ടുപിടിച്ചൂടെ? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യം പോലെ ഇവിടെ വി കണ്ടുപിടിക്കുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യാവുന്ന കമൻറ്റ് ഇടുക. നമുക്ക് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, പോരെ? ഇത്രയും പോരെ? മതി. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സുഖമായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാ ചോദ്യം ഞാൻ ചെയ്തു തന്നാലും ശരിയാകത്തില്ലല്ലോ. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. ഗ്രാഫ് പേപ്പർ വരച്ചിട്ട് എന്ത് ചെയ്യുക? ചെയ്തിട്ട് ഒരു ഉത്തരം എനിക്കൊന്ന് പറഞ്ഞു തരിക കമൻറ്റിൽ. ഓക്കെ, ശരി ഉത്തരം ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അടുത്ത 4ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 4ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗിവൺ റിഗാർഡിങ് ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡിൽ ഒരു കോൺകേവ് ലെൻസ് അങ്ങോട്ട് വരച്ചോളാം, സംശയം വരരുത്. ഇതാണ് കോൺകേവ് ലെൻസ്. ഇതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഇതിൻ്റെ റേ ഡയഗ്രം ഒക്കെ നമ്മൾ വരച്ച് പഠിച്ചതാണ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കോൺകേവ് ലെൻസിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ച് ഇമേജ് ഉണ്ടാക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. അവിടെ കിട്ടുന്ന ഇമേജ് ഡിമിനിഷ്ഡോ ഇൻവേർട്ടഡോ ആയിരിക്കും. ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജ് എന്നൊരു വാക്ക് മനസ്സിലായി. ഇൻവേർട്ടഡ് ഇമേജുകൾ എപ്പോഴും റിയൽ ഇമേജ് ആണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കോൺകേവ് ലെൻസ് ഒരു കാരണവശാലും റിയൽ ഇമേജ് ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ബിക്കോസ്
കോൺകേവ് ലെൻസ് നെവർ ഫോംസ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്ക് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ. അത് സംഭവിക്കാം അല്ലേ? നമുക്കറിയാം, നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ റേ ഡയഗ്രം വരച്ചപ്പോഴത്തേക്കും നമുക്ക് എന്താ മനസ്സിലായത്? ഇവിടെയായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഇമേജ് കിട്ടുന്നുണ്ട് അല്ലേ? സോറി, ഒബ്ജക്റ്റ് മാറിപ്പോയി അല്ലേ? ഇതാ ഇവിടെ, ഇതാണ് നമ്മുടെ കോൺകേവ് ലെൻസ്. നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു നേരെ പോയി അടുത്ത ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പോയപ്പോൾ രണ്ടും കൂടി ഇവിടെ മീറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഇമേജ് കിട്ടി. അത് വെർച്വലും ആയിരുന്നു, ഡിമിനിഷ്ഡും ആയിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്. 3, ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ. മാഗ്നിഫൈഡും വെർച്വലും അല്ല, മാഗ്നിഫൈഡും വെർച്വലും ഒന്നും കിട്ടത്തില്ല. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്. ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്ന് പറയുന്നത്. രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. സോ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ ഓരോ റേ ഡയഗ്രം വരച്ചപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇമേജിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞാണ് പോയത്. അത് കാണാതെ നിങ്ങൾ അറിഞ്ഞിരുന്നാലേ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ മൊത്തം പണി കിട്ടും. അഞ്ചാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ -50 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ശരി, വാട്ട് വിൽ ബി ഇറ്റ്സ് പവർ? പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? 1/f ആണ്. പക്ഷേ എഫ് എടുക്കുന്നത് എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള എന്തിലാണ്? സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. സോ പവർ ഇസ് ഈക്വൽ ടു 1/-50 അല്ലേ? സെൻറ്റിമീറ്റർ മീറ്ററിലാക്കാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് റെസിപ്രോക്കൽ ആവും അല്ലേ? ഇത് മോളിൽ പോകും. എന്ത് പറ്റും? പി ഇസ് ഈക്വൽ ടു 100 മോളിൽ പോകും. എങ്ങനെയാണ് മോളിൽ പോകണമെന്ന് അറിയാമല്ലോ അല്ലേ? ഡിവിഷൻ ചെയ്യുമ്പോൾ ക്രോസ് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? 100/-50 എന്ന് വരും. 100/-50 നമുക്കറിയാം അല്ലേ? 50/100 2 -1 -2 ഡയോപ്റ്ററാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ പവർ എന്ന് പറയുന്നത് എത്രയാണ്? -2 ഡയോപ്റ്ററാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സി, ഇതാണ് നമ്മുടെ ഉത്തരം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ ആണല്ലോ, അടുത്തിലോട്ട് പോകാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ഈ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്ന് മനസ്സിലാക്കിയവർക്ക് ഇത് ഈസി ആയിരിക്കും, അല്ലാത്തവർക്ക് കുറച്ച് പാടായിരിക്കും. ആറാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ടെലസ്കോപ്പ്. ടെലസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ടെലസ്കോപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ടെലസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ? ടെലസ്കോപ്പ് നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചത് അല്ലേ? ഒരു വലിയ ലെൻസ്, ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഐ പീസ് എന്ന് പറയുന്നത്. നമുക്കത് വെച്ച് ഇവിടെ ആയിട്ടൊരു വലിയ ഇമേജാണ് അവസാനം കിട്ടുന്നത്. ഇത്രയും ഓർമ്മയുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ലെൻസ് ഹാസ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആൻഡ് ഐ പീസ് ഹാസ് എ ലോങ്ങർ ഫോക്കൽ ലെങ്ത്. അങ്ങനെയാണോ? അല്ല അല്ലേ? നേരെ തിരിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തന്നെ നമുക്ക് തെറ്റെന്ന് പറയാം. രണ്ടാമത്തെ എന്താണ്? ഒബ്ജക്റ്റീവിന് ലോങ്ങർ ഫോക്കൽ ലെങ്ത് അല്ല, ഇവനാണ് ലോങ്ങർ ഫോക്കൽ ലെങ്ത്. ശരിയാണ്. ഐ പീസിനാണ് ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. അതും ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി. 3, ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ് ആർ കോൺകേവ് ലെൻസസ്. രണ്ടും കോൺകേവ് ആണോ? അല്ല, കോൺവെക്സ് ആണ്. പൊട്ടത്തെറ്റ്. ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ ബി കോൺകേവ് ആൻഡ് ഐ പീസ് വിൽ ബി കോൺവെക്സ്. അതും തെറ്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ശരിയെന്ന് ഉള്ളത്. ബാക്കിയെല്ലാം എന്താണ്? തെറ്റാണ്. അപ്പോൾ റേ ഡയഗ്രം വരച്ച് പഠിച്ച കുട്ടികൾക്ക് ഇത് ഓർമ്മയുണ്ടാകും. റേ ഡയഗ്രം പഠിക്കാത്തവൻ പഠിച്ചിട്ടില്ല എന്നർത്ഥം. വീണ്ടും ഒന്നേന്ന് പോയി നന്നായിട്ട് പഠിക്കുക. ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ തെറ്റാകുന്നു. ഏഴാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ഏഴാമത്തെ ചോദ്യത്തിൽ when an object is placed in front of a lens the image formed is inverted. ഒരു ഒബ്ജക്റ്റ് ഒരു ലെൻസിന് മുമ്പിൽ വെച്ചപ്പോൾ അവിടെ കിട്ടിയത് ഇൻവേർട്ട് ഇമേജ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് റിയൽ ആണോ വെർച്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ണും പൂട്ടി പറയാം. എത്ര തവണ പറഞ്ഞു തന്നു? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജുകൾ എപ്പോഴും എന്താകുന്നു? അത് റിയൽ ആകുന്നു. അത് റിയൽ ഇമേജുകളാകും. റിയലാണ്. വാട്ട് വിൽ യു do if you want another image of this obtained image to be real erect and of the same size? What will you do if you want another image? നിങ്ങൾക്ക് മറ്റൊരു ഇമേജ് വേണം. ഓഫ് ദിസ് ഒബ്റ്റൈൻഡ് ഇമേജ്. അപ്പോൾ ഈ ഇമേജിൻ്റെ മറ്റൊരു ഇമേജ് വേണം. ആ ഇമേജ് എന്ന് പറയുന്നത് റിയലും ഇറക്റ്റും സെയിം സൈസും ആയിരിക്കണമെന്ന്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? വാട്ട് വിൽ യു ഡു ഇഫ് യു വാണ്ട് അനദർ ഇമേജ്? നിങ്ങൾക്ക് മറ്റൊരു ഇമേജ് വേണം. അതായത് ഏതോ ഒരു ലെൻസ് എന്തുണ്ടാക്കി? ഒരു റിയൽ ആയിട്ടുള്ള ഇമേജിനെ ഉണ്ടാക്കി. ഇതാണ് ആ ഇമേജ് എന്നിരിക്കട്ടെ. ചോദിച്ചേക്കുന്നത്
വാട്ട് വിൽ യു ഡു ഇഫ് യു വാണ്ട് അനദർ ഇമേജ് ഓഫ് ദിസ് ഇമേജ്? അപ്പോൾ ഈ ഇമേജിൻ്റെ മറ്റൊരു ഇമേജ് വേണം. ഈ ഇമേജിൻ്റെ മറ്റൊരു ഇമേജ് വേണം. ആ ഇമേജ് എന്തായിരിക്കണം? ഈ ഇമേജിൻ്റെ മറ്റൊരു ഇമേജ് വേണം. ആ ഇമേജ് എന്തായിരിക്കണം? അത് റിയലും ഇറക്റ്റും സെയിം സൈസും ആയിരിക്കണം. അത് റിയലും ഇറക്റ്റും സെയിം സൈസും ആയിരിക്കണം. അതെന്തോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ. ഈ ഇമേജിനെ ഒബ്ജക്റ്റ് ആക്കി വെച്ചുകൊണ്ട് മറ്റൊരു ഇമേജ് ഉണ്ടാക്കണമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഇമേജിനെ ഒബ്ജക്റ്റ് ആക്കി നമ്മൾ ടെലസ്കോപ്പിലൊക്കെ പഠിച്ച പോലെ മറ്റൊരു ഇമേജ് ഉണ്ടാക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ ഒരു കോൺവെക്സ് ലെൻസ് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടുന്ന് പോകുന്ന റൈസ് എന്ത് ചെയ്തു? വന്നു തട്ടി എന്ത് വന്നു? ഇവിടുത്തെ ഫോക്കസിൽ കൂടെ പോയിട്ടുണ്ടാവും. ഒരെണ്ണം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോയിട്ടുണ്ടാവും. രണ്ടും കൂടെ മീറ്റ് ചെയ്ത് നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഒരു ഇമേജ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ടാവും. ആ ഇമേജ് റിയൽ ആണോ? അതെ. ആ ഇമേജ് എന്താണ്? റിയൽ ആണ്. അത് ഇറക്റ്റ് ആണോ? അതെ, അത് ഇറക്റ്റ് ആണ്. അല്ലെ, ഇറക്റ്റ് ആണ്. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? സെയിം സൈസ് ആണോ? സെയിം സൈസ് ആക്കുക. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ പറയുന്ന ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും 2f ദൂരത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ആളുടെ ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇവിടെയും കറക്റ്റ് 2f തന്നെ ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പത്തിലായിരിക്കും. അപ്പോൾ എന്താണ്? കിട്ടും. എന്ത് ചെയ്താൽ മതി? പ്ലേസ് ആൻ അനദർ കോൺവെക്സ് ലെൻസ് ആൻഡ് ദ ഇമേജ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫസ്റ്റ് ലെൻസ് ഷുഡ് ബി അറ്റ് ദ പൊസിഷൻ ഓഫ് 2f ഫ്രം ദ ന്യൂ ലെൻസ്. ദെൻ വി വിൽ ഗെറ്റ് എ റിയൽ ഇറക്റ്റ് ആൻഡ് എന്താണ്? സെയിം സൈസ് ഉള്ള ഇമേജ്. അല്ലേ? ഇതൊക്കെ ചോദ്യങ്ങളാണ് നോക്കണേ. ഒന്നുകൂടി പറഞ്ഞു തരാം, കൺഫ്യൂഷൻ വേണ്ട. ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമുക്കൊരു ലെൻസ്, നമുക്കൊരു ലെൻസ് ഉണ്ട്. ആ ലെൻസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഒരു ഇമേജ് കിട്ടി. ഈ ഇമേജ് എന്ന് പറയുന്നത് റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അത് റിയൽ ആയിരിക്കണം, പക്ഷേ ഇൻവേർട്ടഡ് അല്ല, ഇറക്റ്റ് ആയിരിക്കണം, സെയിം സൈസും ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ നിന്ന് 2f ദൂരം, അതായത് ഈ പുതിയ ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവനിൽ നിന്നും 2f ദൂരം മാറിയാണ് നമ്മുടെ ഫസ്റ്റ് ഇമേജ് വന്നത്. അപ്പോൾ എന്ത് പറ്റി? ഇവിടുന്ന് ഒരു റേ വരും. അത് നേരെ ഫോക്കസിൽ കൂടെ പോയിട്ട് മീറ്റ് ചെയ്യും. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി ഒരെണ്ണം പോയിട്ട് ഇവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ ഈ ലെൻസിൻ്റെ തന്നെ ഇത്രയും ദൂരം 2f ദൂരം മാറി തന്നെ മറ്റൊരു ഇമേജ് നമുക്കിവിടെ കിട്ടും. ആ ഇമേജ് ഒരു റിയൽ ഇമേജ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. റൈസ് കൂടി ചേർന്നു. ഇതെങ്ങനെ ഇരിക്കുകയാണ്? ഇതിപ്പോൾ ഇറക്റ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഫസ്റ്റ് ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ഇറക്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കണക്കാക്കാം. സെയിം സൈസാണ്. 2fലിരുന്നാൽ 2f തന്നെ ഉണ്ടാകും. അത് സെയിം സൈസ് ആയിരിക്കും. ഇതാണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കുകാർ ആൻസർ കീ ഇറക്കുമ്പോൾ നമുക്കതിന് ഫൈനലൈസ് ചെയ്യാം. എനിക്കിങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വല്ല കണ്ണാടിയും വെച്ചാലും മതിയാവുന്നു അല്ലേ? ഇവിടെ നമ്മളൊരു പ്ലെയിൻ മിറർ കൊണ്ട് വെച്ചാലും, പക്ഷേ നമ്മൾ പ്ലെയിൻ മിററിനെ പറ്റി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വാട്ട് എവർ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. എനിക്കിത് വായിച്ചിട്ട് ഇങ്ങനെയാണ് മനസ്സിലായത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാദ്യം മാച്ചോട്ടെ. ചോദ്യത്തിൻ്റെയൊക്കെ ഒരു ലെവലേ. +1 +2 പിള്ളേരുടെ നമ്മൾ റേ ഓപ്റ്റിക്സ് പഠിപ്പിക്കാൻ പോലും ഇമ്മാതിരി ചോദ്യമൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ശരി, 8ാമത്തെ ചോദ്യം നോക്കിക്കോ. എന്താ 8ാമത്തെ ചോദ്യത്തിൽ പറയുന്നത്? When an object is placed at the principal focus of a lens, an image that is erect and diminished is obtained. ഒരു ലെൻസിൻ്റെ, ഏത് ലെൻസാന്ന് പറയുന്നില്ല, ആ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ ആര് വെച്ചു? ഒബ്ജക്റ്റിനെ വെച്ചു. പ്രിൻസിപ്പൽ ഫോക്കസിൽ ആര് വെച്ചു? ഒബ്ജക്റ്റിനെ വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടി. അപ്പോൾ പിന്നെ സംശയം വേണ്ടല്ലേ? ഇറക്റ്റും ഡിമിനിഷ്ഡും കിട്ടി. അപ്പോൾ സംശയം വേണ്ട, അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. എങ്കിലല്ലേ ഇവിടെ നമുക്ക് ഇറക്റ്റും ഡിമിനിഷ്ഡും ആയിട്ടുള്ള കിട്ടുന്നത്. നേരെ പോവും അല്ലേ? ബാക്കിലോട്ട് അല്ലേ? അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഫോക്കസിലേ ഇരിക്കുന്നേ. നേരെ പോവും, ഫോക്കസിൽ കൂടി വരും. ഇവിടുന്ന് റേ പോവും. രണ്ടും കൂടെ ചേർന്ന് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇമേജ് കിട്ടും. അത് ഇറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇറക്റ്റ് ആണ്. അത് ഡിമിനിഷ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡിമിനിഷ്ഡ് ആണ്. സോ വാട്ട് കൈൻഡ് ഓഫ് എ ലെൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്താണത്? അതൊരു കോൺകേവ് ലെൻസ് ആയിരിക്കും. എങ്കിലേ അങ്ങനെ കിട്ടുള്ളൂ. റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത് ഞാൻ അത് വരച്ചിട്ടുണ്ട്. റഫായിട്ട് വരച്ചെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരി, സെറ്റ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ ഇമേജ് IM, ഇതാണ് ഇമേജ് IM ഒബ്റ്റെയിൻഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് വെച്ചപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത്, ഇവിടെ ഒരു ഇമേജ് കിട്ടി. ബിയോണ്ട് 2f ആണ് ഇമേജ് കിട്ടിയേക്കുന്നത്.
2f കഴിഞ്ഞിട്ട് ബിയോണ്ട് 2f ആണ് നമുക്ക് ഇമേജ് കിട്ടിയേക്കുന്നത്. അതിവിടെ മനസ്സിലാക്കണം. ചോദ്യം, ഇഫ് പി ക്യു ഈസ് എ ലെൻസ്, ഇതാണ് ലെൻസ്, പി ക്യു ഈസ് എ ലെൻസ്, വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഡസ് പി ക്യു റെപ്രസെൻറ്റ്? ഇത് പി ക്യു ഒരു ലെൻസ് ആയിരുന്നെങ്കിൽ ഇത് എന്ത് ലെൻസ് ആയിരിക്കും? ഊഹിച്ചാൽ തന്നെ നമുക്കറിയാം അല്ലേ, ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടണമെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കണം? അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കണം അല്ലേ? എന്തായിരിക്കണം? അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കണം. കാരണം കോൺവെക്സ് ലെൻസേ റിയലും ഇൻവേർട്ടഡും ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കുള്ളൂ. സോ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഈ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് പൊസിഷൻ കണ്ടുപിടിക്കാൻ ഒബ്ജക്റ്റിൻ്റെ. ഞാൻ അങ്ങനെ ഇപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കുന്നൊന്നുമില്ല, ഞാൻ ലോജിക്ക് വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ റേ ഡയഗ്രാം പേപ്പർ സൗകര്യം പോലെ വരച്ചു. ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ബിയോണ്ട് 2f ആണ്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ബിയോണ്ട് 2f ആണ്. നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റിനെ വെച്ചാൽ എഫിൽ ഇമേജ് കിട്ടും. ബിയോണ്ട് 2f വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f കിട്ടും. അറ്റ് 2f വെച്ച് കഴിഞ്ഞാൽ അറ്റ് 2f കിട്ടുമെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ഞാൻ ഒബ്ജക്റ്റിനെ വെച്ചാൽ എനിക്ക് എന്ത് കിട്ടൂ? ബിയോണ്ട് 2f ഇമേജ് കിട്ടുള്ളൂ. ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. സോ അസ്യൂം ദാറ്റ് ദ PQ ഈസ് എ കോൺവെക്സ് ലെൻസ്, ദെൻ എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദിസ് ലെൻസ് എന്ത് ചെയ്യും? ഫോക്കസിൽ കൂടെ പോകും. ഞാൻ കൈകൊണ്ട് വരച്ചുകൊണ്ട് ഫോക്കസിൽ കൂടി പോയില്ല. പോയി അല്ലേ, ഫോക്കസിൽ കൂടെ പോയി. അടുത്ത ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്ന റേ എന്ത് ചെയ്യും? വന്നത് ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ഇങ്ങനെയായിരിക്കും റേ ഡയഗ്രം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോജിക്ക് റേ ഡയഗ്രം വരച്ച് പഠിക്കാം. പലതവണ പറഞ്ഞത് എന്തിനാണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ചോദ്യം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഡാഷ് ദാൻ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇതാണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് ദ ഇമേജിനേക്കാളും കുറവായിരിക്കും കൂടുതലായിരിക്കുമോ? പഴയ റേ ഡയഗ്രം എടുത്ത് നോക്ക്. എപ്പോഴും എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഹൈറ്റ് ഓഫ് ദ ഇമേജിനേക്കാളും കുറവായിരിക്കും, ലെസ്സർ ആയിരിക്കും. കാരണം എന്താ? ഒബ്ജക്റ്റ് ചെറുതും ഇമേജ് വലുതും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും, ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ലെസ് ദാൻ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെറ്റ് അല്ലേ? പത്താമത്തെയും ലാസ്റ്റത്തെയും ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. മാഗ്നിഫിക്കേഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നോക്കുമ്പോൾ 1/f അല്ല, ഇൻവേർട്ടഡ് അല്ല, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ H1 നെഗറ്റീവ് H1 പോസിറ്റീവ് ഡയോപ്റ്റർ അല്ല, V/U ആണ് അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ്. പവർ ഓഫ് ലെൻസിൻ്റെ ഫോർമുല 1/f ആണ്, പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. റിയൽ ഇമേജുകൾ എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുമ്പോൾ ഇമേജ് ഇവിടെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇതല്ലേ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അപ്പോൾ ഈ താഴോട്ട് എടുക്കുന്ന മെഷർമെൻറ്റിലെ നെഗറ്റീവ്. സോ HY എന്ന് വെച്ച് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ചാപ്റ്റർ നന്നായി പഠിച്ചൊരു കുട്ടിക്ക് ഇത് എളുപ്പമായിട്ടും പഠിക്കാത്തൊരു കുട്ടിക്ക് ഇത് പാടായിട്ടും തോന്നും. അത് തികച്ചും സാങ്കല്പികം മാത്രം. പോയിരുന്ന് പഠിക്കുക. പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആവും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.